1935 എർവിൻ ഷ്രോഡിംഗർ എന്ന് പറയുന്ന ഒരു ഓസ്ട്രിയൻ ഫിസിസിസ്റ്റ് ഒരു തോട്ട് എക്സ്പെരിമെന്റ് ചെയ്യുന്നു. ഒരു പെട്ടിക്കുള്ളിലേക്ക് ഒരു പൂച്ചയെയും അതിനെ കൊല്ലാൻ പാകത്തിനുള്ള ഒരു പോയിസണും ആ പോയിസനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസും പുള്ളി വെക്കുന്നു. എന്നിട്ട് പുള്ളി ആ മനസ്സിൽ തന്നെ ആ ഒരു പെട്ടി അങ്ങ് മൂടി വെച്ചു. സോ മാത്തമാറ്റിക്കലി സ്പീക്കിംഗ് ആ പൂച്ച ജീവനോടിരിക്കാനും മരിക്കാനും ഉള്ള സാധ്യത എന്ന് പറയുന്നത് 50-50 ആണ്. ഒന്നെങ്കിൽ ആ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഡീക്കേ ആവാതെ അല്ലെങ്കിൽ ആ ഒരു പോയിസനെ ട്രിഗർ ചെയ്യാതെ പൂച്ച അതിനകത്ത് ജീവനോട് കിടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ആ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഡീക്കേ ആയി അത് ആ ഒരു പോയിസനെ ട്രിഗർ ചെയ്ത് പോയിസൺ വെളി വന്ന് ആ ഒരു പൂച്ചയെ കൊന്ന് ആ പൂച്ച ചത്തുപോകും. അപ്പൊ ഈ രണ്ട് ഔട്ട്കമ്മിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. പക്ഷേ ആ പെട്ടി തുറന്നു നോക്കാതെ ഇതിലേതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ആ ഒരു പെട്ടി തുറന്ന് നോക്കുന്നത് വരെ ക്വാണ്ടം മെക്കാനിക്കൽ ടേംസിൽ പറയുവാണെങ്കിൽ ആ പൂച്ച ഒരു സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റിലാണുള്ളത്. അതായത് ആ പൂച്ച ഒരേ സമയം ചത്തിട്ടും ഉണ്ടാവും ജീവനോടെ ഉണ്ടാവും. എങ്ങനെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഒരു സയന്റിഫിക്കൽ തിയറിയുടെ ഒരു സൈക്കോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആയിരുന്നു 2020 പുറത്തിറങ്ങിയ മാരിയന്റ്. ഇതിന് റെപ്രഷൻ എന്ന വേറൊരു ടൈറ്റിലും കൂടെയുണ്ട്. ഇതിലേതാ ശരിക്കുള്ള റേറ്റിലെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ഇതിന്റെ വൺലൈൻ പറയുവാണെങ്കിൽ നമ്മുടെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു സൈക്കോളജിസ്റ്റ് ആണ്. പുള്ളിക്കാരത്തിൽ പുതിയൊരു പേഷ്യന്റ് ആയിട്ട് ഒരു ചെറിയൊരു പയ്യൻ വരും, ഒരു വട്ട് ഇറങ്ങാൻ. അവനൊരു പ്രത്യേക കഴിവുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ മനസ്സിൽ വിചാരിച്ച് വരയ്ക്കുന്നതെല്ലാം ശരിക്കും സംഭവിക്കും ഭാവിയിൽ. അതെങ്ങനെ സംഭവിക്കുന്നു, അതിന്റെ കാരണം എന്നെ, ഇവൻ കാരണം ആ സൈക്കോളജിസ്റ്റിനെ ഭ്രാന്തളയോ എന്നൊക്കെ പറഞ്ഞ് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആയിട്ട് പോകുന്ന ഒരു പടമാണ്. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് അവന്മാർ അവസാനം ഒരു സാധനം കൊണ്ട് വെച്ചു. അതാണ് ഈ ഒരു പടത്തിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അധികം പറഞ്ഞു നീട്ടുന്നില്ല. ദിസ് ഇസ് സിനിമ സ്ട്രെയിലർ ആൻഡ് വി ഗോണ ടോക്ക് അബൌട്ട് മാരിയന്റ്. പടത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ ഒരു വയസ്സായിട്ടുള്ള പുള്ളി കയ്യിലൊരു ക്യാനൊക്കെ പിടിച്ച് ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും മണ്ടയ്ക്ക് കയറുക. പുള്ളി എന്നിട്ട് അതിന്റെ അറ്റത്ത് നിന്നിട്ട് പുള്ളി ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നു. നീ വിചാരിക്കുന്ന പോലെ തന്നെ എല്ലാം നടക്കുന്ന എന്റെ വിചാരം അല്ലടാ, ഇത് നീ പ്രതീക്ഷിച്ചില്ലല്ലോ എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ കയ്യിൽ കൊണ്ടുവന്ന ക്യാൻ തുറന്നിട്ട് പുള്ളി ദേഹത്തോട്ട് ഒഴിക്കുക. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല പെട്രോളോ മണ്ണെണ്ണോ അങ്ങനെ എന്തോ കണ്ടാണ്. ഒഴിച്ചു കഴിഞ്ഞ് തടയാൻ പറ്റുമെങ്കിൽ തടയടാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അങ്ങ് സ്വയം അങ്ങ് കത്തിച്ചു. ഇവിടെ കട്ടിൽ അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് നമ്മുടെ നായികയായിട്ടുള്ള മാരിയനെയാണ് കാണിക്കുന്നത്. പുള്ളിക്കാരത്തി ന്യൂയോർക്കിലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ചൈൽഡ് സൈക്കാട്രിസ്റ്റ് ആണ്. പുള്ളിക്കാരത്തെ ഹസ്ബൻഡ് ഇവർക്ക് നടന്ന ചെറിയൊരു ആക്സിഡന്റിൽ മരിച്ചുപോയി. ഹസ്ബൻഡിന്റെ മരണശേഷം പുള്ളിക്കാരത്തി ഓക്കെ അല്ല, ആ ഒരു മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബ് ആണ്, ആ ഒരു ട്രോമ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുറച്ച് നാൾ സ്ഥലം മാറി നിൽക്കാം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തി സ്കോട്ട്ലാൻഡിലേക്ക് വരുന്നത്. ദെൻ അവിടുത്തെ തന്നെ ഒരു വലിയൊരു ഹോസ്പിറ്റലിൽ പോയി പുള്ളിക്കാരത്തി ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടെ ജോയിൻ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഇവൾക്ക് വരുന്ന വൺ ഓഫ് ദ പേഷ്യന്റ് ആയിരുന്നു മാനി. മാനി ഒരു 10 വയസ്സ് മാത്രമുള്ള ഒരു ചെറിയൊരു പയ്യനാണ്. അവന് കൂട്ടുകാരെന്ന് പറയാൻ ആരുമില്ല, അവനും ആരോടും സംസാരിക്കത്തില്ല, അവനിങ്ങനെ ഒറ്റയ്ക്ക് റൂമിൽ തന്നെ ഇരിക്കും. ഇവന്റെ കൂട്ടെന്ന് പറഞ്ഞ് ഇവൻ ആകെയുള്ളത് ആ ഒരു പെൻസിലും പേപ്പറും മാത്രം. ഏത് നേരം നോക്കിയാലും എന്തെങ്കിലും വരച്ചോണ്ടും കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. ഇവന്റെ റൂമിൽ കുറെ മൃഗങ്ങളുടെ ബൊമ്മയെല്ലാം ഇരിക്കുന്നുണ്ട്. ഇവന് ശരിക്കുള്ള മൃഗങ്ങളോട് സംസാരിക്കണം, ഇടപഴകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പേടിയാണ്. അതുകൊണ്ടാണ് അതിനെപ്പോലെ തന്നെ ഇരിക്കുന്ന കുറെ ബൊമ്മകൾ വാങ്ങിച്ചവൻ വീട്ടിൽ വെച്ചിരിക്കുന്നത്. അത് അവൻ എവിടെ പോയാലും കൂടെ ഇങ്ങനെ കൊണ്ടു നടക്കും. അപ്പോൾ ദിവസങ്ങൾ തന്നെ പോകും തോറും ഇവന്റെ സ്വഭാവം ഇങ്ങനെ വിയേഡ് ആയിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ പേടിച്ചു പോകുന്ന അവന്റെ അമ്മ ഒട്ടും വൈകിച്ചില്ല ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് എന്ത് പറ്റി എന്നൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവർക്കും ഈ എക്സാക്ട്ലി ഇവൻ എന്താ പ്രശ്നം എന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അതിനേക്കാൾ ഉപരി നായകയുടെ മുമ്പായി ഇവനെ നോക്കിക്കൊണ്ടിരുന്ന ഒരു സൈക്കാട്രിസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് പുള്ളിക്കാരനാണ് ഇവനെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവനെ ചികിത്സിക്കാൻ പോയി അവസാനം പുള്ളിക്കാരനെ ഭ്രാന്തായി. ആളിപ്പോൾ ഇവിടെ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ആ ഒരു പേഷ്യന്റിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം റിസപ്ഷനിസ്റ്റ് നമ്മുടെ നായികയോട് പറയുന്നുണ്ടായിരുന്നു. ശേഷം നായിക നേരിട്ട് മാനോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഹായ് ഹലോ എന്തുണ്ട് സുഖമല്ലേ മോനെ, ഞാൻ ഇന്നതാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ എത്രയൊക്കെ നോക്കിയിട്ടും അവൻ അനങ്ങുന്നില്ല. മൂടുകൊണ്ട് പോലും അവൻ മൈൻഡ് ചെയ്യുന്നില്ല എന്നതാണ് വാസ്തവം. അവൻ അവന്റെ പാട്ടിന് ഇരുന്ന് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നു. അവനൊരു പന്നിയുടെ പോലെ വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്ന മാരിയൻ, നീ വരയ്ക്കുന്ന പന്നിക്കുട്ടിക്ക് ആരോട് സംസാരിക്കേണ്ട എന്നുണ്ടെങ്കിൽ അതിനൊരു കുഴപ്പമില്ല, പക്ഷെ എന്തുകൊണ്ട് ആരോടും ഒന്നും സംസാരിക്കുന്നില്ല എന്ന് പറയാലോ. അപ്പൊ ഇവൻ അവളെ നോക്കിയിട്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ ഇവിടെ ആരും തയ്യാറല്ല, ആർക്കും ഇഷ്ടമല്ല. അതൊന്നും മോൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു ഇവള്. കാരണം എന്നെ കൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, ഐ ക്യാൻ മേക്ക് തിങ്സ് ഹാപ്പൻ എന്നിവൻ. ഇല്ല മോനെ എനിക്ക് മനസ്സിലായില്ല, ലൈക്ക് വാട്ട്? അപ്പം ഇവൻ അവളെ നോക്കിയിട്ട് ലൈക്ക് യു എന്ന് തിരിച്ചു പറയുന്നു. ഇവക്ക് മനസ്സിലായില്ല ഇവൻ എന്ത് ഈ പറയുന്നതെന്നൊന്നും. അങ്ങനെ അന്നത്തെ സെഷൻ അവസാനിക്കുകയാണ്. തുടർന്ന് അന്ന് രാത്രി തന്നെ ഇവിടെ ഒരു പബ്ബിലോട്ട് പോകുന്നു. അവളും അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒരു ബീറൊക്കെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറെ നേരമായിട്ട് ഒരുത്തിന് ഇവളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അത് ഇവള് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവനോട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി ഇവളുടെ അടുത്തൊന്നും സംസാരിക്കുന്നു. നോക്കുമ്പോൾ ഈ ഒരു പെൺകുട്ടി ഇവള് ജോലി ചെയ്യുന്ന അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലാണ് ഇവളുടെ കൂടെ ഉണ്ടായിരുന്ന ആളെന്ന് പറയുന്നത് കീരൻ, ഇവളുടെ ഒരു ഫ്രണ്ട് ആയിരുന്നു. ആൾ കുറച്ച് ഈ ലിറ്ററേച്ചർ സൈഡിലോട്ടാണ്, ആൾക്ക് ഈ ബുക്ക് ക്ലബ്ബ് അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ശരി ഓക്കെ പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് ഇവളും ആ ഒരു പബ്ബ് വിട്ടിട്ട് അവൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ടണലിൽ അവിടെ വന്ന സമയത്ത് വലിയൊരു ആക്സിഡന്റ്, 2 കാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചൊരു ആക്സിഡന്റ് ആയിക്കുക. അപ്പുറത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന കാറിന്റെ ഉള്ളിലുള്ള ആൾക്ക് ഇപ്പോഴും ജീവൻ ബാക്കിയുണ്ട്. അയാളും പ്ലീസ് ഹെൽപ്പ് മീ എന്നൊക്കെ പറഞ്ഞ് അയാളെ കൊണ്ട് പറ്റുന്ന ശബ്ദത്തിൽ ചോദിക്കുന്നുണ്ട്. ബട്ട് ഇങ്ങനെ ഒരു ആക്സിഡന്റ് അവൾ പെട്ടെന്ന് നേരിട്ട് കണ്ടപ്പോൾ നമ്മുടെ നായക ഭയങ്കര ഷോക്കായി നിന്ന് പോവുക. അവിടുന്ന് ഒരു തരി അനങ്ങാൻ പറ്റാതെ അവൾ അവിടെ ഇങ്ങനെ വിറച്ച് നിന്ന് പോവുക. ഞാൻ പറഞ്ഞല്ലോ ഇവിടേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഇവൾക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ച ആ ഒരു ട്രോമ ഇപ്പോഴും ഇവളുടെ ഉള്ളിലുണ്ട്. ആ ആക്സിഡന്റിലായിരുന്നു ഇവളുടെ ഹസ്ബൻഡ് മരിച്ചുപോയത്. സോ ഇവളിങ്ങനെ അവിടെ വിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് വേറൊരാൾ ഓടി വരുന്നുണ്ട്. ആളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് അങ്ങോട്ട് ഓടി ചെല്ലുമ്പോഴേക്ക് തന്നെ
അങ്ങനെ പിറ്റേ ദിവസം ആവുന്നു, നായിക അവളുടെ ഇങ്ങനെ സെഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇന്നലെ മാനി വരച്ച കുറച്ച് പിക്ചേഴ്സ് അവളുടെ മേശയിൽ ഇങ്ങനെ കണ്ടത്. മറ്റു മൃഗങ്ങളോട് സംസാരിക്കാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പന്നിയുടെ ഫോട്ടോ. അടുത്ത ഫോട്ടോയിൽ ഒരു ആക്സിഡന്റ്. ആ ആക്സിഡന്റ് നോക്കുന്ന രീതിയിൽ ഒരു പന്നി ആ അറ്റത്തുണ്ട്. ആ പന്നി ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിലാവും കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുമുണ്ട്. സോ ഇന്നലെ രാത്രി നടന്ന ആക്സിഡന്റിൽ പന്നിയുടെ സ്ഥാനത്ത് നമ്മുടെ നായികയായിരുന്നു എന്ന് മാത്രം. സോ നടക്കാൻ പോകുന്ന കാര്യത്തിനെയാണ് മുൻകൂട്ടി ഇവൻ വരച്ചു വെച്ചിരിക്കുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു, ഇത് കോയിൻസിഡൻസ് ആണോ അല്ലയോ എന്നൊന്നും ഇവൾക്ക് അറിയത്തില്ല. അപ്പോൾ ഇതിനെപ്പറ്റി എന്തായാലും നേരിട്ട് അവനോട് തന്നെ ചോദിക്കാമെന്ന് പറഞ്ഞ് മാനിയോട് തന്നെ ഇവിടെ ചോദിക്കുന്നുണ്ട്. മാൻ ഇതെങ്ങനെ നീ കറക്റ്റായിട്ട് ഇങ്ങനെ വരച്ചത്, ഇത് ആരാ നിനക്ക് പറഞ്ഞു തന്നെ, എന്താ സംഭവം എന്നൊക്കെ പറഞ്ഞു ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുന്ന ആ ആക്സിഡന്റ് ഉണ്ടാക്കിയതേ ഞാനാണ്. ഇവക്ക് മനസ്സിലാവുന്നില്ല, ഇവിടെ കൺഫ്യൂസ് ആവുകയാണ്. മാനി എന്താ നീ പറയുന്നത്, നിനക്ക് വല്ല വിഷ്വൽസോ വല്ലതും കേൾക്കാനോ കാണാനോ വല്ലതും പറ്റുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ല, ഞാനാണ് ഈ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കിയത്. ഇൻഫാക്ട് നിങ്ങളെ ഇവിടെ വരുത്തിയത് പോലും ഞാനാണ്. നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. നിങ്ങളുടെ ഡ്രോയറില്ലേ, ആ ഡ്രോയറിന്റെ ഉള്ളിൽ ഒരു ഗണ്ണുണ്ട്. തോക്കോ? ഏത്? എൻ്റെ ആ ഡ്രോയറിന്റെ ഉള്ളിലോ? അതെ, നിങ്ങളുടെ അതേ ഡ്രോയറിന്റെ ഉള്ളിൽ തന്നെ. പക്ഷേ എപ്പോൾ നിങ്ങൾക്ക് ആവശ്യം വരുന്നു അപ്പം മാത്രം. ഇവക്കാണെങ്കിൽ ഇവൻ പറയുന്ന അങ്ങ് ഡൈജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ആർക്കാണെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും. അവളും ആ ഒരു സീരിയസ്നെസ്സിൽ അതങ്ങ് എടുക്കുന്നില്ല. ശേഷം അന്ന് തന്നെയാണ് ആ ഒരു ഹോസ്പിറ്റലിൽ ഒരു മീറ്റിംഗ് നടക്കുന്നത്. ചീഫ് ഡോക്ടറും ബാക്കി ഡോക്ടേഴ്സുമാരെല്ലാം ഇരുന്നിട്ട് ഓരോ പേഷ്യൻസിനെ പറ്റിയുള്ള ആ ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ മാനിയെ പറ്റിയുള്ള കാര്യങ്ങൾ ഇവളാണ്, നായികയാണ് പറയുന്നത്. മാനി ഇപ്പോഴും എനിക്കൊരു മിസ്റ്ററിയാണ്. കാരണം അവൻ്റെ മൈൻഡ് ഇപ്പോഴും ഒരു ഡിഫെൻസീവ് സൈഡിലാണ്. ലൈക്ക് ഒന്നും അങ്ങ് വിട്ടു പറയുന്നില്ല. അതുകൊണ്ട് കുറച്ച് സമയം കൂടെ വേണം. അത് മാത്രമല്ല, കഴിഞ്ഞ 2 മാസമായിട്ടുള്ള അവൻ്റെ ഫയലും മിസ്സിംഗ് ആണ്. അതും കൂടെ കിട്ടിയിരുന്നെങ്കിൽ നല്ല ഉപയോഗമായേനെ. ഇത് കേട്ട ബാക്കി ഡോക്ടേഴ്സ് ഷോക്ക് ആവുകയാണ്. കാരണം മാനി ഇവളോട് സംസാരിച്ചു എന്നൊരു കാര്യത്തിൽ. അവൻ വേറൊരു ഡോക്ടർമാരോട് പോലും സംസാരിച്ചിട്ടില്ല. ഈവൻ അവൻ്റെ അമ്മയോട് പോലും അവൻ സംസാരിക്കാറില്ല. സോ അവൻ ഇവളോട് സംസാരിച്ചു എന്ന് പറയുന്ന കാര്യം ഭയങ്കര അത്ഭുതമായിട്ട് അവരെല്ലാവരും കാണുക. അങ്ങനെ ഇവിടെ മീറ്റിംഗ് തീരുവാണ്. അത് കഴിഞ്ഞ് അവൾ വീട്ടിലോട്ട് പോകുന്നു. വീട്ടിൽ ചെന്ന ശേഷം ഇവൾ നേരെ ചെല്ലുന്നത് ഒരു ബുക്ക് ക്ലബിലേക്കാണ്. ബാറിൽ വെച്ച് കണ്ട ഒരു പെൺകുട്ടി ഇവളോട് ഒരു ക്ലബിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു കെയറിനൊക്കെ ഉള്ള ആ ഒരു ക്ലബിലേക്കാണ് ഇവൾ വന്നിരിക്കുന്നത്. അവിടെ കെയറിനും വേറെ കുറേ ആൾക്കാരും അങ്ങനെ കുറേ പേരിരുന്ന് അവരുടെ ബുക്കിൻ്റെ കാര്യങ്ങളോ അതും ഇതെന്ന് പറഞ്ഞ് കുറേ സംസാരം. ഇവളിതെല്ലാം കേട്ട് ബാക്കിൽ ഇരിക്കുക. അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന ഒരു സ്ത്രീ ഈ ഒരു ഷ്രോഡിംഗേഴ്സ് ക്യാറ്റ് എക്സ്പെരിമെന്റ് കാര്യം എടുത്തു വെക്കുന്നത്. അതേപറ്റിയുള്ള ഡിസ്കഷൻ വരുന്ന സമയത്ത് ആസ് എ ഡോക്ടർ നിങ്ങൾക്ക് എന്താ പറയാനുള്ള എന്ന രീതിയിൽ നായികയോടും ഒരു ഒപ്പീനിയൻ ചോദിക്കുന്നു. അവളാണെങ്കിൽ എടുത്തതായാൽ ഞാനൊരു സൈക്യാട്രിസ്റ്റ് ആണ്. എനിക്കിവിടെ തറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ പ്രോബ്ലംസിന്റെയും റൂട്ട് കോസ് എന്ന് പറയുന്നത് നമ്മുടെ തോട്ടാണ്, നമ്മുടെ ചിന്തയാണ്. ഐ മീൻ ഫോർ എക്സാമ്പിൾ ലുക്ക് അറ്റ് ദിസ് ബുക്ക് ഗ്രൂപ്പ്. ലൈക്ക് എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഷ്രോഡിംഗറിന്റെ ക്യാറ്റ് എക്സ്പെരിമെന്റ് ശരിയാണോ തെറ്റാണോ, അതിലെ നൂലാമാലകൾ, റിയാലിറ്റീസ്, അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻ. ഡോണ്ട് യു ഹാവ് ബെറ്റർ തിങ്സ് ടു ഡു വിത്ത് അവർ ലൈഫ് എന്നിങ്ങനെ മുഖത്തടിച്ചവരോട് ചോദിച്ചപ്പോൾ അവർക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. ക്ലബിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ കയറിനെ അവൻ്റെ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നത് നമ്മുടെ നായികയാണ്. അവർ മെല്ലെ പരിചയപ്പെട്ട് ഇങ്ങനെ ഓക്കെ ആയി വരുന്നുണ്ട്. ഇവനെ അവളെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. പക്ഷെ അവൾക്ക് മടി. ഓക്കെ ഫൈൻ, കുഴപ്പമില്ല, നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് അവർ പിരിയുന്നു. അവൻ പോയ ശേഷം ഇവൾ ഒറ്റയ്ക്ക് കാറിൽ ഇരുന്നിട്ട് കരയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇവൾക്കൊരു ട്രോമ ഇവളുടെ ഉള്ളിലുണ്ടെന്ന്. ഇവിടെയാണ് നമുക്ക് ഫ്ലാഷ് ബാക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരുന്നത്. നല്ലൊരു സണ്ണി ഡേയിൽ മാരേനും അവളുടെ ഹസ്ബൻഡും ബീച്ചിൽ പോകാം എന്ന് പറഞ്ഞിട്ട് കാർ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അവരുടെ വണ്ടിയിൽ നിന്ന് പുകയെല്ലാം വന്ന് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഇവർ അവിടെ തന്നെ ഇങ്ങനെ പെട്ടുപോവാണ്. അപ്പോഴാണ് അവിടെ കറക്റ്റായിട്ട് ഒരു വയസ്സായിട്ടുള്ള വ്യക്തി അതിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് വരുന്നത്. പുള്ളിക്ക് ആരും മനസ്സിലായപ്പോൾ പുള്ളിയും ശരി എന്നാൽ നിങ്ങൾ കയറിക്കോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് ഇവരെ കൂട്ടിക്കൊണ്ട് ആ ഒരു വയസ്സായ വ്യക്തി പോകുന്നു. അങ്ങനെ ഒരു 3 പേരും ഹാപ്പി ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ നടന്ന ഈ ഒരു ആക്സിഡന്റിനകത്ത് ആ ഒരു കാർ ഓടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഡ്രൈവറും ഇവളുടെ ഹസ്ബൻഡും മരിച്ചു പോവാണ്. അത്യാവശ്യം സാരമായിട്ടുള്ള പരിക്കുകളോടെ ഇവള് മാത്രമാണ് സർവൈവ് ആവുന്നത്. അവിടെ കിട്ടിയത് മാരനെയാണ് കാണിക്കുന്നത്. അവൾ ഇപ്പോഴും ആ ഒരു നമ്മുടെ മാനയുടെ കേസ് ഫയലെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഭയങ്കര യാദൃശികമായിട്ട് അവളുടെ ആ ഒരു ഡ്രോയർ അവിടെ തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളൊരു തോക്ക്, ഒരു റിവോൾവർ ഇരിക്കുന്നു. ഇത് കണ്ടത് ഇവള് ഭയങ്കര ഷോക്ക് ആവുക. മാനി എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു തോക്ക് ഇവളുടെ ഡ്രോയിലിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്ന ഈ ഒരു കൺഫ്യൂഷനിൽ ഇവൾ നിൽക്കുന്ന സമയത്ത് തന്നെ ഇവൾക്കൊരു കോൾ വരികയാണ്. ഇവളും ഫോൺ എടുത്ത് ഹലോ എന്ന് പറയുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് അവൻ നിന്നെ കൊല്ലുന്നതിന് മുമ്പായിട്ട് നീ അവനെ കൊല്ലണം എന്ന് ഒരു അടർന്ന ശബ്ദത്തിൽ ഏതോ ഒരാൾ പറയുന്നു. ഹലോ ഇതാരെ സംസാരിക്കുന്നത് എന്ന് ഇവൾ തിരിച്ചു ചോദിക്കുമ്പോഴേക്ക് അവിടെ എന്തോ ബഹളം കാരണം തന്നെ ആ ഒരു ഫോൺ കട്ടാവുന്നു. ഇതാരെ വിളിച്ച് ആരെ കൊല്ലാൻ ഈ പറയുന്നതൊന്നും ഇവൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. ബട്ട് സംതിങ് ഈസ് റോങ് എന്ന് പറയുന്ന ഒരു കാര്യം മാത്രം അവൾക്ക് മനസ്സിലായി. അങ്ങനെ കുറച്ച് ദിവസങ്ങളും കൂടെ പോവുകയാണ്. അവളുടെ സെഷൻസും പോകുന്നു. അതിന് കൂടെ തന്നെ അവൾ ബുക്ക് ക്ലബിലും പോയി കയറിനുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഇവർ രണ്ടുപേരും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവൻ അവളോട് ചോദിക്കുന്നുണ്ട്, മാരിയൻ ഇനിയും ഞാനത് ചോദിക്കാതിരുന്ന ശരിയാകത്തില്ല, നിന്റെ കയ്യിൽ ഇപ്പോഴും ഒരു വെഡിങ് റിംഗ് ഉണ്ട്, അറിയൂ മാരീഡ് എന്ന രീതിയിൽ ഇവൻ ചോദിക്കുന്നു. ഇവിടെ വെച്ചിട്ടാണ് ആ ഒരു ഹസ്ബൻഡിന്റെ കാര്യമെല്ലാം അവൾ തുറന്നു പറയുന്നത്. ഷി വാസ് സപ്പോസ് ടു റിമൂവ് ദ റിംഗ് ബട്ട് ഫോർ സം റീസൺ അവളത് ചെയ്തില്ല. എനിക്ക് ഇപ്പോഴും ആദ്യം നിന്ന് മാറാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ എന്നാൽ ഒരു ട്രിപ്പ് പോകാതിരുന്നെങ്കിൽ, ഞാൻ ലെഫ്റ്റിന് പകരം റൈറ്റിലോട്ട് പോകാതിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ജീവനോട് ഇരിക്കുന്നുണ്ടാവും. ഇതിൽ നിന്നൊക്കെ മാറി എൻ്റെ ലൈഫ് ഒന്ന് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്ന്. അങ്ങനെ ഇവളുടെ ഉള്ളിലുള്ള കാര്യമെല്ലാം അവൾ തുറന്നു പറഞ്ഞ് ഇവർ രണ്ടുപേരും മെല്ലെ മെല്ലെ അടുക്കുന്നുണ്ട്. അവിടെ കെട്ടിയതിൽ വീണ്ടും ഹോസ്പിറ്റലിൽ ആ ഒരു വീക്കിലി മീറ്റിംഗ് നടക്കുന്നുണ്ട്. മീറ്റിംഗ് കഴിഞ്ഞ പാടെ നായിക നേരെ ചെന്ന ആ ഒരു ഹെഡ് ഡോക്ടർ ഉണ്ടാവുമല്ലോ, അദ്ദേഹത്തിന് നേരിട്ട് എന്ന് ഇവൾ മീറ്റ് ചെയ്യുന്നു. ഇവൾ വരുന്നതിന് മുമ്പായിട്ട് മാനി നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടറെ പറ്റിയും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന്റെ കാര്യവും ഇവൾ ചോദിക്കുന്നു. സോ ആളാരാണ് നോക്കുന്ന സമയത്ത് ഡോക്ടർ മെക്വിറ്റി,
ഇപ്പോൾ ഈ ഇരിക്കുന്ന ഹെഡ് ഡോക്ടറിന്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു. ബട്ട് മാനിയുടെ കേസ് എടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹം തന്നെ ഭയങ്കര മെന്റലി ഡിസ്റ്റർബ് ആയി. ഇപ്പോൾ അദ്ദേഹവും നമ്മുടെ ഒരു പേഷ്യന്റ് ആണ്, നമ്മുടെ ചികിത്സയിലാണ്. ശരി, ഓക്കെ സാർ, അദ്ദേഹത്തിന് റിപ്പോർട്ടെങ്കിലും എനിക്ക് കിട്ടുമെങ്കിൽ അത് ഹെൽപ്ഫുൾ ആയേനെ. മാരിൻ ആ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുന്ന സമയത്തും അദ്ദേഹം മെന്റലി ബാധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളെ ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ട് വെച്ച് നമ്മൾ കാര്യങ്ങൾ നീക്കി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും, നല്ലതായിരിക്കത്തില്ല. നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് മാനിയെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ അവന്റെ പ്രീ ഹിസ്റ്ററി ഡാറ്റ നമ്മുടെ ഡാറ്റാബേസിലുണ്ടാവും, അത് നീ ചെക്ക് ചെയ്താൽ മതി. തുടർന്ന് നായികയും ആ ഒരു മാനി ആരാണെന്നും അവന്റെ പാസ് എന്താണെന്നും കണ്ടുപിടിക്കാൻ നോക്കുന്നു. നോക്കി വരുമ്പോൾ ഇവൻ അച്ഛനും ഇല്ല അമ്മയും ഇല്ല. ഇവന്റെ അമ്മയെന്ന രീതിയിൽ തുടക്കത്തിൽ കണ്ടത് അവന്റെ സ്വന്തം അമ്മ ആയിരുന്നില്ല, ഫ്രോസ്റ്റർ മാത്രമായിരുന്നു. മാനിയുടെ ശരിക്കുള്ള അച്ഛൻ ഒരു ആക്സിഡന്റിലാണ് മരിക്കുന്നത്. അച്ഛൻ പോയി കുറച്ച് നാൾ കഴിഞ്ഞതോ അമ്മയും സൂയിസൈഡ് ചെയ്ത് മരിക്കുന്നു. അതിനുശേഷമാണ് മാനി ആ ഒരു തനിമത്വത്തിലേക്ക് തള്ളപ്പെട്ട് ഈ ഒരു വരയ്ക്കാനൊക്കെ തുടങ്ങുന്നത്. അങ്ങനെ ഇവനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അടുത്ത സെഷനിൽ ഇവൾ അവനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ നോക്കുന്നു. മാനി നിന്റെ ശരിക്കുള്ള അച്ഛനും അമ്മയും മരിച്ചു, അതിൽ നിനക്ക് നല്ല സങ്കടമുണ്ട് എന്ന് പറയുന്ന കാര്യമെല്ലാം നമുക്ക് സമ്മതിക്കാം. പക്ഷെ ഇപ്പോൾ ഉള്ള അമ്മയോട് നീ തിരിഞ്ഞു നോക്കാൻ പോലും നീ തയ്യാറാവുന്നില്ല എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് ന്യായീകരിക്കാൻ പറ്റുന്നത്? നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറഞ്ഞ് ഇവനോട് പറയാൻ നോക്കുമ്പോൾ ഇവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ അവന്റെ പാട്ടിന് വരച്ചുകൊണ്ടിരിക്കുക. എന്താ അവൻ കാര്യമായിട്ട് വരയ്ക്കാൻ നോക്കുമ്പോൾ ഒരു കടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബോട്ടും അതിൽ ഒരാളും ഇങ്ങനെ മുങ്ങി മരിക്കുന്ന രീതിയിലേക്കാണ് അവൻ വരയ്ക്കുന്നത്. എന്നിട്ട് അതിന് താഴെയായിട്ട് കൈറൻ എന്ന രീതിയിൽ അവൻ എഴുതുന്നുമുണ്ട്. ഇത് കണ്ടത് ഇവള് ഭയങ്കര ഞെട്ടിപ്പോവാണ്. കാരണം കൈറിനെ പറ്റി ഒരു വാക്ക് പോലും മാനിയോട് ഇവള് സംസാരിച്ചിട്ടില്ല. അപ്പൊ എങ്ങനെയാ കൈറിനെ പറ്റിയും അവന്റെ സ്വന്തമായിട്ടുള്ള ബോർഡിനെ പറ്റിയും ആ ബോർഡിൽ വെച്ച് മരിക്കുന്ന രീതിയിലൊക്കെ അവൻ വരയ്ക്കുന്നത് എന്ന രീതി ഇവളിങ്ങനെ ആലോചിക്കുന്നു. ഇങ്ങനെ ഒരു കൺഫ്യൂഷനിൽ തന്നെ ഇവള് നോക്കി നിൽക്കുക തന്നെയാണ് മാനി അവന്റെ അമ്മ വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ അവിടെ വരുന്ന റിസപ്ഷനിസ്റ്റ് പറഞ്ഞിട്ടാണ് ഇവൾ അറിയുന്നത് ഇവനെ ഇതിനു മുമ്പ് നോക്കിയ ഡോക്ടർ മെക്വിറ്റി ഈ ഒരു ഹോസ്റ്റലിൽ മണ്ടയ്ക്കനെ കയറിയിട്ട് സ്വയം തീ കൊളുത്തി സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്ന കാര്യമൊക്കെ. സോ സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു വയസ്സായ പുള്ളി എന്ന് പറയുന്നത് ഡോക്ടർ മെക്വിറ്റിയാണ്. അദ്ദേഹം ഇവന്റെ കേസിൽ ഭയങ്കരധികം ഇൻവോൾവഡ് ആയിരുന്നു, ഭയങ്കരധികം ഫിക്സൈറ്റഡ് ആയിരുന്നു. കുറേ നേരം ലൈബ്രറിയിൽ ഇരുന്ന് എന്തൊക്കെയോ വായിക്കുന്നത് കാണാം. അവസാനം രോഗം മാറ്റാൻ നോക്കിയ ആൾ തന്നെ ഇപ്പോൾ രോഗിയായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് ലൈബ്രറി എന്ന് പറയുന്ന കാര്യം നമ്മുടെ നായകയുടെ മനസ്സിലോട്ടും വരുന്നത്. ഒട്ടും വൈകിയില്ല, ഇവള് നേരെ ലൈബ്രറി ചെന്നിട്ട് ഡോക്ടർ മെക്വിറ്റി ഏത് രീതിയിലൊക്കെ ആയിരിക്കാം ഈ ഒരു കേസ് അപ്പീൽ ചെയ്തിട്ടുണ്ടാവുക എന്ന രീതിയിൽ ഇവളുടെ രീതിയിൽ നോക്കുന്നു. അദ്ദേഹം ഏതൊക്കെ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ എടുത്തു എന്നെല്ലാം നോക്കിയിട്ട് അവളും അതേ പുസ്തകങ്ങൾ എടുത്ത് വായിക്കുന്നുണ്ട്. അവൾ കുറേ ക്വാണ്ടം ഫിസിക്സും റിലീജിയസ് ബുക്സും അങ്ങനെ എല്ലാം എടുത്തിട്ട് എല്ലാം വായിക്കാൻ നോക്കുന്നുണ്ട്, മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. എന്ത് ഈ മാനി എന്ന് പറഞ്ഞ ഒരു പയ്യന് ചുറ്റും സംഭവിക്കുന്ന എന്നൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോഴാണ് ഇവളുടെ ശ്രദ്ധയിൽ ദി പ്രോബ്ലം ഓഫ് ഈവിൽ എന്ന് പറയുന്ന പുസ്തകം കാണുന്നത്. ആ പുസ്തകത്തിന്റെ താഴെയായിട്ട് തന്നെ ആരോ 2 റിയാലിറ്റീസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മോസ്റ്റ് പ്രോബ്ലി അത് ഡോക്ടർ മെക്വിറ്റി ആയിരിക്കാം. അങ്ങനെ ഇവളും ആ ഒരു പുസ്തകം ഇങ്ങനെ വായിച്ചു പോകുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു കാർഡ് ഇവൾക്ക് കിട്ടുന്നുണ്ട്. ആ കാർഡിൽ എന്തൊക്കെയോ ആരോ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ട് ഇമ്മാനുവൽ ഗോഡ് ഈസ് വിത്ത് അസ് എന്നൊരു വാചകം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ബൈബിളിൽ ഇങ്ങനെ ഒരു വാചകമുണ്ട്. അതിന്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല. ബട്ട് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനിയുടെ ശരിക്കുള്ള പേരെന്ന് പറയുന്നത് ഇമ്മാനുവൽ ആണ്. സോ ഈ ഒരു കാർഡ് മോസ്റ്റ് പ്രോബ്ലി എഴുതിയിട്ടുണ്ടാവേണ്ടത് ഡോക്ടർ മെക്വിറ്റി ആയിരിക്കാം. ഇതിനെയൊക്കെ ഏത് രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നൊന്നും മനസ്സിലാവാതെ ഇവള് പ്രാന്ത് പിടിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ നേരെ ചെല്ലുന്നത് മാനി നേരിട്ട് അവന്റെ വീട്ടിൽ ചെന്ന് കാണുക. നീ എങ്ങനെ ഇതെല്ലാം ചെയ്യുന്നത്? കയറിനെ എന്നെ പറ്റിയുള്ള കാര്യം നിന്നോട് ആരാ പറഞ്ഞത്? എന്റെ ഡ്രോയിൽ നീ എങ്ങനെ ഗണ്ണ് കൊണ്ടുവച്ചത് എന്നിങ്ങനെ 100,000 ചോദ്യം അവനോട് ചോദിക്കുമ്പോൾ അവൻ ഒന്നിനും മറുപടി കൊടുക്കുന്നില്ല. അവൻ അത്ര നേരം ഒരു സാധനം ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇവൾ അടുത്ത് വന്നത് കണ്ടതും അവനത് മറച്ചു വെച്ചു. ആ ഫോട്ടോ കാണിക്കാൻ പറഞ്ഞപ്പോൾ അവനത് കാണിച്ചു കൊടുക്കുന്നുമില്ല. ഇവക്കങ്ങ് ദേഷ്യം വന്നപ്പോൾ അവനെ അങ്ങ് തള്ളി മാറ്റിയിട്ട് അവൻ എന്താ വരച്ചതെന്ന് ഇവളങ്ങ് എടുത്ത് നോക്കുന്നു. നോക്കുമ്പോൾ ഒരു പന്നി സ്വയം ഷൂട്ട് ചെയ്ത് മരിക്കുന്ന രീതിയിൽ അവൻ വരച്ചിട്ടുണ്ട്. ആ പന്നി ആരാണ്? നമ്മുടെ മാരിയാണ്. അവൾ അപ്പം തന്നെ ആ വീട് വിട്ട് ഇറങ്ങിയിട്ട് നേരെ കൈറിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി അവൾ വേഗം പോകുന്നു കാർ ഓടിച്ചിട്ട്. ദിസ് ഇസ് നോട്ട് റിയൽ, ദിസ് ഇസ് നോട്ട് ഹാപ്പനിങ്, എല്ലാം നിന്റെ കൺട്രോളിലാണ് എന്ന് സ്വയം പറഞ്ഞിട്ടാണ് ഇവൾ വണ്ടി ഓടിച്ച് പോകുന്നത്. ഇവളും കൈറിനെ അന്വേഷിച്ച് അവൻ പോകാൻ സാധ്യതയുള്ള എല്ലായിടത്തും ഇവളും ചെല്ലുന്നുണ്ട്. പക്ഷെ എവിടെ നോക്കിയിട്ട് അവനെ കാണുന്നില്ല. വീട്ടിലില്ല, ബാറിലില്ല, അവൻ്റെ ആ ഒരു ബുക്ക് ക്ലബ് അവിടെയില്ല. ഇവൻ ഈ ബോട്ടിങ്ങിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തില്ല. അതുകൊണ്ട് സ്വന്തമായിട്ട് ബോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവൻ അവിടെ പോകാറുമുണ്ട്. ഇനി ബോട്ടിലായിരിക്കും എന്നറിയാൻ വേണ്ടി അവിടെ ചെന്ന് നോക്കുന്നു, അവിടെയും കാണാനില്ല. കോൾ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഫോൺ നോട്ട് റീച്ചബിൾ ആണ്. ഇനി കയറിനെ എവിടെ നോക്കും, എന്ത് ചെയ്യും എന്നൊന്നും അറിയാതെ ഇവളുടെ തിരിച്ച് വീട്ടിലോട്ട് പോവുക. വീട്ടിൽ ചെന്ന് കുറച്ചു നേരം കഴിയുമ്പോഴാണ് TV-യിൽ പ്രധാനപ്പെട്ട ന്യൂസ് കാണിക്കുന്നത്. ഇവർ താമസിക്കുന്നതിന് തൊട്ടപ്പുറത്തായിട്ട് ഭയങ്കര മഴ പെയ്ത് ഫ്ലഡ് കാരണം ഏതാണ്ട് 2500-ലധികം ആൾക്കാർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ന്യൂസ് അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഈ ന്യൂസ് കണ്ടത് മാരിൻ ഓടിച്ച് നോക്കുന്നത് മാനി വരച്ച കുറച്ച് ചിത്രങ്ങളാണ്. ആ ചിത്രങ്ങളിൽ ഒന്നിൽ ഇതേപോലെ മഴ പെയ്ത് ഫ്ലഡ് കാരണം ഒരുപാട് പേര് കൊല്ലപ്പെടും എന്ന രീതിയിൽ അവനൊരു ഫോട്ടോ വരച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ കോർണറായിട്ട് 25 എന്ന നമ്പരും അവൻ എഴുതിയിട്ടുണ്ട്. ഇതുകൂടെ കണ്ടപ്പോൾ ഇവളുടെ യുക്തിബോധത്തിനും അപ്പുറമുള്ള പല കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്നൊരു കാര്യം ഇവൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ കണ്ടില്ല എന്ന് നടിച്ചു കളയാനും ഇവൾക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവളുടെ ഹോസ്പിറ്റലിലെ ഹെഡ് ഡോക്ടറിന്റെ ആ ഒരു ഓഫീസിൽ ചെന്നിട്ട് ഡോക്ടർ മെക്വിറ്റിയുടെ ആ ഒരു കേസ് ഫയൽ ഉണ്ടല്ലോ, റിപ്പോർട്ട്, മാനിയെ പറ്റി അദ്ദേഹം റെഡിയാക്കിയ റിപ്പോർട്ടിന് വേണ്ടി ഈ ഒരു ഓഫീസ് മൊത്തം അവൾ അരിച്ചു പറക്കുന്നു. ഇങ്ങനെ ഇവിടെ ഈ ഒരു ഓഫീസ് തപ്പിപ്പറക്കുന്ന സമയത്താണ് കറക്റ്റായിട്ട് അവിടേക്ക് ഹെഡ് ഡോക്ടർ കയറി വരുന്നത്. മാരി, നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കുറച്ച് നാളെ ഞാനും ശ്രദ്ധിക്കുന്നു, നിനക്ക് എന്താണ് പ്രശ്നം? കുറച്ച് മാനിയുടെ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ അവരുടെ വീട്ടിലും കയറി എന്തോ പ്രശ്നം ഉണ്ടാക്കിയെന്ന് അവനെ കരയിപ്പിച്ചെന്നോ എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ. വർക്കിംഗ് അവേഴ്സ് വിട്ട് നീ പുറത്ത് എന്ത് ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യം എന്നെ ബാധിക്കുന്ന കാര്യം അല്ലെങ്കിൽ പോലും ഐ ക്യാൻ സ്മെൽ ആൽക്കഹോൾ ഫ്രം യു. നീ മദ്യപിച്ചിട്ടാണ് ഈ ഹോസ്പിറ്റലിലോട്ട് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല, പക്ഷേ ഇനി ഇത് ആവർത്തിക്കരുത്. നീ തൽക്കാലം ചെറിയൊരു ബ്രേക്ക് എടുക്കുക, കുറച്ച് നാൾ ലീവിൽ പോയിട്ട് എല്ലാം ഓക്കെ ആയി മൈൻഡ് എല്ലാം ക്ലിയർ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോവാ എന്നും പറഞ്ഞ് അവളെ പറഞ്ഞു കൊടുത്തു. ഓഫീസ് മൊത്തം അരിച്ചു പെറുക്കിയിട്ടും റിപ്പോർട്ടിനെ പറ്റി ഒന്നും കിട്ടാത്തതിനെ തുടർന്ന് മെക്വിറ്റി തന്നെ നേരിട്ട് കാണാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിലോട്ട് ഇവൾ നേരിട്ട് ചെല്ലുക. ഇതാണ് ഡോക്ടർ മെക്വിറ്റി. ഡോക്ടർ, എൻ്റെ പേര് മാരിയൻ, ഞാനാണ് നിങ്ങൾക്ക് ശേഷം ക്ലിനിക്കിൽ
വീട്ടിൽ വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഇവളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവൾ അവിടെ ഇരിക്കുന്നതിനുള്ളിൽ തന്നെ നീ ഇവിടെ എന്നെ കാണാൻ വന്നതിന്റെ കാരണം അവനാണോ എന്ന രീതിയിലൊരു ചോദ്യം. നീ ഇവിടെ എന്നെ കാണാൻ വേണ്ടി വരാൻ പാടില്ലായിരുന്നു മാരിയൻ. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞിരുന്നു അവൻ നിന്നെ കൊല്ലുന്നതിന് മുമ്പ് നീ അവനെ കൊല്ലണം. അന്ന് തന്നെ ഞാൻ പറഞ്ഞത് നീ കേട്ടിരുന്നെങ്കിൽ നിനക്ക് ഇത്രയും ദൂരം വരേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു എന്നും പറഞ്ഞ് മെക്വിറ്റി അവിടുന്ന് കൂളായിട്ട് എഴുന്നേറ്റ് പോവാം. അദ്ദേഹം അവിടുന്ന് പോയ ശേഷമാണ് ഇത്രയും നേരം അദ്ദേഹം എന്ത് ബുക്കാണ് വായിച്ചുകൊണ്ടിരുന്നത് എന്ന് ഇവള് നോക്കുന്നത്. ആ ബുക്കിന്റെ പേരെന്ന് പറയുന്നത് സെക്കൻഡ് ഡെത്ത് എന്നാണ്. ഈ സെക്കൻഡ് ഡെത്ത് എന്നൊരു കാര്യം കണ്ടതും ഇവൾക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത് മാനി വരച്ചൊരു ചിത്രമായിരുന്നു. ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരാളിങ്ങനെ ചാടി ചാവുന്ന രീതിയിൽ ഒരു ഫോട്ടോ അവൻ വരച്ചിട്ടുണ്ടായിരുന്നു. അതായത് മാരിയൻ ഈ പറയുന്ന മെക്വിറ്റി നേരിട്ട് കാണാൻ ചെല്ലുവാണെങ്കിൽ ഡോക്ടർ മെക്വിറ്റിയുടെ രണ്ടാമത്തെ മരണം അന്ന് സംഭവിക്കും എന്ന രീതിയിലാണ് അവൻ വരച്ചത്. മാരിയനും ടെൻഷനായിട്ട് വേഗം തന്നെ മെക്വിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുന്നു. എവിടെ നോക്കിയിട്ട് കാണുന്നില്ല. അവസാനം ആ ഒരു ഹോസ്പിറ്റലിലെ പൊക്കത്ത് കയറി നോക്കുമ്പോഴേക്ക് അവൻ വരച്ച പോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ചാടി അദ്ദേഹം മരിക്കുന്നു. ഇതും കൂടെ കണ്ട ശേഷമാണ് കാര്യത്തിന്റെ ഗൗരവം ഇവൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നത്. ഇത്രയും നാളും ഇതിനെല്ലാം ഒരു കാരണം ഉണ്ടാവും, ഇതൊക്കെ ഒരു വെറും കോയിൻസിഡന്റൽ ആയിരിക്കും എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. അതിനെ ഈ ഒരു ഇൻസിഡന്റ് കംപ്ലീറ്റ്ലി ഷാറ്റർ ചെയ്തു. അവൾ വീണ്ടും കയറിനെ ഫോൺ ചെയ്യാൻ നോക്കുന്നുണ്ട്. അവന്റെ ഫോൺ പോകുന്നില്ല. വോയിസ് മെയിൽ അയക്കുന്നു, കടലിലോട്ട് പോകരുത്, നിനക്ക് സേഫ് അല്ല എന്നൊക്കെ പറഞ്ഞു. ബട്ട് കയറിനെ എത്ര നോക്കിയിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റാത്തതിനെ തുടർന്ന് ഇവൾ നേരെ പോർട്ടിൽ ചെന്നിട്ട് അവിടെ കെട്ടിയിട്ട് വെച്ചിരിക്കുന്ന അവന്റെ ബോട്ട്, അതായത് കയറിന്റെ ബോട്ടിനെ അവൾ അഴിച്ചു വിട്ടു. മാനി വരച്ചത് പ്രകാരമാണെങ്കിൽ കയറിന്റെ ബോട്ടിൽ അവൻ മുങ്ങി മരിക്കും എന്ന രീതിയിലാണ്. കയറിനെ കൊണ്ട് അവന്റെ ബോട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അവൻ എന്തായാലും ഒബ്വിയസ്ലി കടലിലോട്ട് പോകത്തില്ല. സോ കയറിന് ആ ഒരു ബോട്ടിൽ കയറാതിരിക്കാൻ വേണ്ടിയാണ് ഇവൾ ഇങ്ങനെ ചെയ്തത്. അവിടെ നമ്മൾ നേരെ ചെല്ലുന്ന ഹോസ്പിറ്റലിലേക്കാണ്. അതായത് മാനി എങ്ങനെയെങ്കിലും തടയണം. അതിനുവേണ്ടി അവൻ്റെ ആ ഒരു കേസ് ഫയലും റിപ്പോർട്ട്സും അവൻ ഇത്രയും നാളും വരച്ചു കൂട്ടി അവൻ്റെ പിക്ചേഴ്സും എല്ലാം ഇവിടെ എടുത്തിട്ട് അവൾ കാറിലോട്ട് വരുന്നു. അങ്ങനെ വീണ്ടും അവൻ വരച്ചതെല്ലാം ഇവളിങ്ങനെ ഒന്നുകൂടെ നോക്കുന്ന സമയത്ത് അതിനകത്ത് ഒരെണ്ണത്തിൽ ഒരു ബോട്ടും അതിൻ്റെ ഉള്ളിൽ ഒരാളിങ്ങനെ ഉറങ്ങിപ്പോകുന്നതായിട്ടും ആ ബോട്ട് മുങ്ങിപ്പോകുന്നതായിട്ടും അവൻ വരച്ചിട്ടുണ്ട്. സോ അവൻ ഉദ്ദേശിച്ചത് കയറൻ ആ ബോട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോഴാണ് അവൻ ആ ആക്സിഡന്റ് സംഭവിച്ച് അവൻ മരിക്കുന്നത് എന്നാണ്. ഇത് കണ്ടതും ടെൻഷനാവുന്ന ഇവൾ വേഗം തിരിച്ച് പോർട്ടിലോട്ട് ചെല്ലുന്നു. ബോട്ടിനകത്ത് അവൻ കിടന്ന് ഉറങ്ങുന്നുണ്ട് എന്നൊരു കാര്യം ഇവൾക്ക് അറിയാതെയായിരുന്നു ഇവൾ ആ ബോട്ട് അഴിച്ചു വിട്ടെ. പക്ഷേ ഇവൾ അവിടേക്ക് ഓടി എത്തുമ്പോഴേക്കും തന്നെ കാര്യങ്ങൾ ഭയങ്കരധികം വൈകിപ്പോയി. ഇന്നലത്തെ ഭയങ്കര ശക്തമായിട്ടുള്ള കാറ്റിലും മഴയിലും ആ ബോട്ട് പാറ ചെന്നിടിച്ച് കംപ്ലീറ്റ് നാശമായി. ഇതൊന്നും അറിയാതെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന കയറിനും മരിച്ചു പോവുകയാണ്. ഇത് ഇവളെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. കാരണം ഇവളുടെ ഭർത്താവിന് ശേഷം ഇവൾക്ക് ഒരാളോട് അടുപ്പം തോന്നിയത് കയറിനോട് മാത്രമാണ്. അവനും ഇപ്പം ഇല്ലാതായിരിക്കുന്നു. സോ മാനി എന്ന ആ ഒരു പയ്യൻ കാരണം ഇനി ഒരാൾ പോലും മരണപ്പെടാൻ പാടില്ല. അല്ലെങ്കിൽ അവൻ വരച്ച എല്ലാവരെയും ഇവൾ നേരിട്ട് പോയി രക്ഷപ്പെടുത്തുന്നതിനേക്കാളും നല്ലത് അവനെ തന്നെ ഇല്ലാതാക്കുകയാണെങ്കിൽ ഈ പ്രശ്നം സോൾവ് ആവില്ലേ എന്നൊരു തീരുമാനത്തിൽ ഇവൾ വന്നിട്ട് നേരെ അവന്റെ വീട്ടിൽ കയറി അവനെ പൊക്കിക്കൊണ്ട് ഇവൾ വരിക. മാനിയുടെ വളർത്തമ്മ തടയാൻ നോക്കുന്നുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. ഇവൾ അവനെ കാറിൽ പിടിച്ചു വലിച്ചിട്ട് അങ്ങ് ഡ്രൈവ് ചെയ്ത് അങ്ങ് പോവാണ്. കാറിൽ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്തും ചെറുക്കം മിണ്ടാതിരിക്കുന്നില്ല. നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഈ ലോകത്ത് ഞാനാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഞാൻ വിചാരിക്കുന്ന പോലെ എല്ലാം സംഭവിക്കത്തുള്ളൂ. നിങ്ങൾക്ക് എന്നെ ഒരിക്കലും കൊല്ലാൻ പറ്റില്ല എന്നീവൻ. എന്നാൽ നമുക്കത് നോക്കിക്കളയാം എന്ന് പറഞ്ഞ് ഇവൾ കൊണ്ടുവന്ന തോക്ക് അവന്റെ നേരെ അങ്ങ് നീട്ടുന്നു. ഇവളും അവനെ ഷൂട്ട് ചെയ്യാൻ ട്രിഗർ അമത്താൻ വേണ്ടി ഇരിക്കുന്ന അതേ സമയം കറക്റ്റായിട്ട് പോലീസ് വരുന്നു. മാഡം ഭർത്തമ്മയാണ് പോലീസിനെ വിളിച്ചത്. ഇന്നപോലെ വീട്ടിൽ അതിക്രമിച്ച് കയറി മകനെ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ തോക്ക് മാറ്റിയിട്ട് ഇവൾ പെട്ടെന്ന് പോലീസിന്റെ കയ്യിൽ രക്ഷപ്പെടാൻ വേണ്ടി അവിടുന്ന് വേഗം ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ ഓടിച്ച് ആളനക്കൊന്നും ഇല്ലാത്തൊരു പഴയൊരു ബിൽഡിങ്ങിലോട്ട് ഇവള് പോകുന്നു. അവിടെ ചെന്നിറങ്ങി മാനിയെ പിടിച്ച് വലിച്ച് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റുന്നു. എന്നിട്ട് ഇവളും തോക്ക് ചൂണ്ടിയിട്ട് നീ ആരാണ്, നിനക്ക് എന്താ വേണ്ടത്, നീ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? പുറത്ത് പോലീസ് എന്നിട്ട് മൈക്ക് പറയുന്നുണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് പുറത്തു ആ കുട്ടിക്കൊന്നും ആവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അതിന് മാനി തിരിച്ചു പറയുന്നത് ഇതൊന്നും ഞാൻ കൺട്രോൾ ചെയ്യുന്നതല്ല മാനിൻ, ഇതെല്ലാം നിന്റെ ഡിസിഷൻ ആയിരുന്നു. ഡ്രോയിൽ തോക്കുണ്ടോ എന്ന് പറഞ്ഞ് നോക്കാൻ പോയത് നീയാണ്, അതുകൂടെ നിനക്ക് തോക്ക് കിട്ടി. നീയാണ് എൻ്റെ ഡ്രോയിങ് നോക്കിയത്, അതിലാണ് നീ ഈ കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചത്. നീയായിട്ട് തന്നെയാണ് ഇപ്പം എന്നെ പിടിച്ചു വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതൊന്നും എൻ്റെ ഡിസിഷൻ അല്ല, ഇതെല്ലാം നീ എടുത്ത ഡിസിഷൻസ് ആണ്. ഇപ്പം അങ്ങനെയായല്ലേ, ആയിക്കോട്ടെ ഇതെല്ലാം എൻ്റെ ഡിസിഷൻ ആണെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് നിന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതും എൻ്റെ ഡിസിഷൻ ആയിരിക്കുമല്ലോ, നീയും ചാവില്ലേ? അപ്പോൾ അതിനവൻ യെസ് ഞാൻ മരിക്കും, പക്ഷേ എന്നെ കൊന്നു കഴിഞ്ഞാൽ എവറിത്തിങ് വിൽ ബി സീസ് ടു എക്സിസ്റ്റ്, പിന്നെ അവശേഷം ഒന്നും ബാക്കി ഉണ്ടാവില്ല. ആൻഡ് മാനി നിനക്ക് എന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു തീർന്നില്ല, അവൾ അവനെ ഷൂട്ട് ചെയ്തു. മാനിയും അവിടെ വെച്ച് തന്നെ മരിച്ചു പോവാണ്. പക്ഷെ അവൻ മരിച്ചു കഴിഞ്ഞിട്ടും ഒന്നും എവിടെയും മാറിയില്ല. എല്ലാം നേരാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ഇവളൊരു കൊലപാതകയായി എന്ന് പറയുന്ന വസ്തുത ഇവൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഒരുപാടൊന്നും അവൾ ആലോചിച്ച് നിന്നില്ല. പോലീസ് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവൾ സ്വയം ഷൂട്ട് ചെയ്ത് അവളും മരിക്കുന്നു. ജസ്റ്റ് ലൈക്ക് മാനി ഇതിനു മുമ്പ് വരച്ചിട്ടുണ്ടായിരുന്ന പിക്ചർ പോലെ തന്നെ. ബട്ട് ഫോർ സം റീസൺ അതിനുശേഷം ഇവൾ കണ്ണു തുറക്കുന്ന സമയത്ത് ഇവൾ ഹോസ്പിറ്റലാണല്ലേ. ഇവളുടെ ഹസ്ബൻഡ് കൂടെ പോയപ്പോൾ ഒരു ആക്സിഡന്റ് നടന്നില്ലേ, ആ ആക്സിഡന്റ് കഴിഞ്ഞ് ഇവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവൾ പഴയ പോലെ തന്നെ സാരമായിട്ടുള്ള പരിക്കുകളോടെ ഇവൾ സർവൈവ് ആവുന്നുണ്ട്. എന്നാൽ ഇപ്രാവശ്യം അവളുടെ ഹസ്ബൻഡ് മരിക്കുന്നില്ല, അയാൾ ജീവനോടെ ഉണ്ട്. ആ ഡ്രൈവർ മരിച്ചു, പക്ഷേ ഇയാൾ ജീവനോടെ ഉണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ഇവർ രണ്ടുപേരും വീട്ടിലോട്ടും പോകുന്നു. ബട്ട് എന്തോ ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് അവൾക്കുണ്ട്. അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റുന്നില്ല. കുറച്ച് ദിവസങ്ങളും പോകുന്നു, അവൾ തിരിച്ച് ജോലി കയറുന്നു. ജോലി കയറിയ ശേഷം അവിടെ ഇവളുടെ ഒരു കൂട്ടുകാരിയുണ്ട്. ആ കൂട്ടുകാരിയോട് ഇവളൊരു സ്വപ്നത്തിന്റെ കാര്യം പറയുന്നുണ്ട്. എടി നീ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ആ ഒരു സ്വപ്നം ഉണ്ടല്ലോ അത് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല, അത്രയധികം റിയൽ ആയിരുന്നു അത്. ഞങ്ങൾക്ക് നടന്ന ആ ഒരു ആക്സിഡന്റിൽ എൻ്റെ ഹസ്ബൻഡ് മരിക്കുന്നു. എനിക്കിവിടെ തുടർന്ന് നിൽക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഞാൻ സ്കോട്ട്ലൻഡിലോട്ട് പോയി. അവിടെ വെച്ച് മാനി എന്ന് പറയുന്ന ഒരു പേഷ്യന്റ് എനിക്ക് വന്നു. അവൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വരയ്ക്കുന്നു,
വരയ്ക്കുന്നതെല്ലാം നടക്കുന്നു, ഞാൻ അവനിൽ ഫിക്സേറ്റഡ് ആയിട്ട് അവൻ്റെ പിന്നാലെ കുറേ പോയി അവസാനം എങ്ങടൊക്കെയോ എത്തിച്ചേർന്നു, എനിക്ക് ഒന്നും മനസ്സിലായില്ല. പക്ഷെ ട്രസ്റ്റ് മീ, ഇറ്റ്സ് ടു റിയൽ ഫോർ എ ഡ്രീം. ഇതെല്ലാം കേട്ടിട്ട് കൂട്ടുകാരെ ഒറ്റ ചോദ്യമേ ഉള്ളൂ, അല്ല മോളെ നിന്റെ തലയ്ക്ക് സുഖമില്ലായൊന്നും ഇല്ലല്ലോ അല്ലേ, നീ എന്തൊക്കെ പിച്ചുമ്പേ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് അവള് നായിക പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സീരിയസ്നെസ് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇവക്കും എന്താണെന്ന് അറിയുന്നില്ല, അത് സ്വപ്നമാണോ അല്ലയോ ഒന്നും തന്നെ. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇവൾ കിടന്നുറങ്ങുമ്പോൾ പോലും ആ സ്വപ്നങ്ങൾ ഇവളുടെ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സ്വപ്നം കാണുന്നതിൽ തെറ്റില്ല, പക്ഷെ അന്ന് നടന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും തന്നെ കാണുമ്പോൾ അന്ന് നടന്ന കാര്യങ്ങളിലെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പോലും ഇവൾക്ക് പറയാൻ പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ കയറൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഫോൺ നമ്പർ പോലും ഇവൾക്ക് ഓർമ്മയുണ്ട്. രാത്രി ഒന്നും ഇവൾക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ആ ഒരു സംശയം അങ്ങ് തീർക്കാന്ന് പറഞ്ഞിട്ട് കയറിന്റെ ഫോൺ നമ്പറിലേക്ക് ഇവൾ ഫോൺ ചെയ്യുന്നു. നോക്കുമ്പോൾ കയറൻ ഫോൺ എടുക്കുന്നുണ്ട്. പക്ഷെ ഇവള് മാരീൻ ആണ് എന്ന് പറഞ്ഞ് ഇവള് പറയുന്ന സമയത്ത് അവൻ ഇവളെ മനസ്സിലാവുന്നില്ല. ഇവളാണെങ്കിൽ അതിനേക്കാളും കൺഫ്യൂഷനില്ല. അതായത് ഇവൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത സ്വപ്നത്തിലൂടെ പരിചയപ്പെട്ട ഒരാളുടെ ഫോൺ നമ്പർ എടുത്ത് അയാളെ വിളിച്ചു നോക്കുമ്പോൾ അയാൾ ശരിക്കും ഉണ്ടത്രേ. ഇതിന്റെ സത്യാവസ്ഥ എന്താണെങ്കിലും മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് ഇവള് നേരെ പെട്ടിങ് കിടക്കി എടുത്തിട്ട് നേരെ അന്ന് തന്നെ സ്കോട്ട്ലൻഡിലോട്ട് പോകുന്നു. ഇവിടെ ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്ത് പറ്റി ഈ പാതിരാത്രി സ്കോട്ട്ലൻഡ് പോകണം എന്നൊക്കെ പറയുന്നത്, നിനക്ക് എന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ അയാൾ. പക്ഷേ ഇവളൊന്നും പറയുന്നില്ല. നേരെ കാറും എടുത്ത് എയർപോർട്ടിൽ ചെന്ന് അപ്പം കിട്ടിയ ഫ്ലൈറ്റും പിടിച്ച് അവൾ നേരെ സ്കോട്ട്ലൻഡിലോട്ട് പറഞ്ഞു. സ്കോട്ട്ലൻഡ് എത്തിയതും ഇവൾ നേരെ ചെന്ന് ആ ഒരു ഹോസ്പിറ്റലിലേക്കാണ്. ആ ഹോസ്പിറ്റലിൽ ചെന്നതും അവൾ സ്വപ്നത്തിൽ കണ്ട ആൾക്കാരെല്ലാം അവിടെ ശരിക്കും ഉണ്ട്. ബട്ട് ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കാർക്കും ഇവളെ അറിയത്തില്ല. ഇവക്കാണെങ്കിൽ അവിടെ ഉള്ള എല്ലാവരും അറിയും താനും. അതിനേക്കാളും സർപ്രൈസിംഗ് ആയിട്ട് ഒരു പ്രശ്നമില്ലാതെ ഡോക്ടർ മെക്വിറ്റി അവിടെ ജീവനോട് നിൽക്കുന്നുണ്ട്. പുള്ളിക്ക് പവളറായിട്ടില്ല, പുള്ളി ജീവനോടെയുണ്ട്, പുള്ളി കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ട് അവിടെ നിൽക്കുകയാണ്. ഇവരോട് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്ന നായിക ആരും കാണാതെ സ്റ്റോറേജ് റൂമിൽ കയറിയിട്ട് മാനിയുടെ കേസ് ഫയൽ വല്ലതും ഉണ്ടോ എന്ന് പറഞ്ഞ് നോക്കുന്നു. അങ്ങനെ അത് നോക്കാൻ വേണ്ടി ഇവിടെ കയറുന്ന സമയത്താണ് അവിടെ ഒരു ഫയൽ മാത്രം നിലത്ത് കിടക്കുന്നു, ഒരു ഗ്രീൻ ഫയൽ. ഇവളും അത് എന്താണെന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ അടുത്ത് നിന്ന് നോക്കുമ്പോഴേക്കും ഇവളുടെ കൈകൊണ്ട് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്ന മാനി ഇപ്പോൾ അത് ജീവനോട് നടന്നു വരുന്നു. നീ ആഗ്രഹിച്ച പോലെ തന്നെ നിനക്ക് ഞാൻ ഒരു സെക്കൻഡ് ചാൻസ് തന്നു നിന്റെ ഹസ്ബൻഡ് കൂടെ തിരിച്ചു ചെല്ലാൻ വേണ്ടി. ബട്ട് ലുക്ക് അറ്റ് യു, നീ തിരിച്ച് വീണ്ടും എന്നെ തേടി ഇവിടേക്ക് തന്നെ വന്നു. ഇനി അടുത്ത് എന്ത് സംഭവിക്കും നിനക്ക് അറിയണ്ടേ? നീ ആ ഫയൽ തുറന്നു നോക്ക്, നീ അതിനാണല്ലോ വന്നേ. അപ്പോൾ മാരിയൻ, ഞാൻ ഈ തുറന്നു നോക്കുന്നതിൽ എന്തർത്ഥമുള്ളേ? നീ ഇതെല്ലാം മുൻകൂട്ടി തീരുമാനിച്ചതല്ലേ, ഇതിലിപ്പോൾ ഞാൻ നോക്കിയിട്ട് എന്ത് ചെയ്യാനാ? ജസ്റ്റ് ലൈക്ക് നീ ഇതിനു മുമ്പ് വരച്ച ചിത്രങ്ങൾ പോലെ തന്നെ. മാരിയൻ, നീ ഇപ്പോഴും ഒന്നും മനസ്സിലാക്കുന്നില്ല, ഇതൊന്നും എൻ്റെ കയ്യിലല്ല, ഇതെല്ലാം നീയാണ് കൺട്രോൾ ചെയ്യുന്നത്. നീ അത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഡ്രോയിങ്സേ ഉണ്ടാവാൻ പോകുന്നില്ല. നീ അത് നോക്കി, അതുകൊണ്ട് നീ അത് കണ്ടു. ഇപ്പോൾ പോലും നീ ഇന്നലെ രാത്രി ഒരാളെ വിളിച്ച് എഴുന്നേപ്പിച്ചല്ലേ, അവൻ ഇന്ന് രാവിലെ സ്റ്റെയർ കേസിൽ നിന്ന് തലയിടിച്ച് പം പം എന്ന് പറഞ്ഞ് വീണ് മരിച്ചു. ഇറ്റ്സ് യുവർ ഡിസിഷൻ, നീയാണ് അവനെ വിളിച്ച് എഴുന്നേപ്പിച്ചത്. കയറിന്റെ കാര്യമാണ് ഇവൻ ഈ പറയുന്നത്. നായിക കാരണം അവൻ വീണ്ടും കൊല്ലപ്പെട്ടിരിക്കുന്നു. പാവം തോന്നുന്നു, എത്ര വട്ടം ആ മനുഷ്യൻ ചാവുന്നേ. തകർന്നു വന്ന് നമ്മുടെ മാരിയൻ, നിനക്ക് എന്താ എന്നിൽ നിന്ന് വേണ്ടേ? ഇതൊന്നും നടന്നില്ല, കണ്ടില്ല എന്നടിച്ച് ഞാൻ തിരിച്ചു പോയി ജീവിക്കണോ? അറ്റ്ലീസ്റ്റ് നിന്നെങ്കിലും എൻ്റെ ഓർമ്മയിൽ നീ മായച്ചു കള. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് ഓർമ്മ, പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് ഇവളെ കരഞ്ഞു പറയുന്നു. ബട്ട് അവനാണെങ്കിൽ അതിനൊരു മറുപടി പോലും കൊടുക്കുന്നില്ല, പ്രതികരിക്കാതെ അവിടെ നിൽക്കുന്നു. അപ്പോഴാണ് ഇവളുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു ഫയൽ അവൾ തുറന്നു നോക്കുന്നത്. അതിനുള്ളിൽ മൊത്തം ബ്ലാങ്ക് പേപ്പേഴ്സാണ്. അവൻ വരയ്ക്കാൻ വേണ്ടി വെച്ചിരുന്ന പേപ്പർ മൊത്തം ഇപ്പോൾ ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണ്. അതിലകത്ത് ഒരു പിക്ചേഴ്സും ഇപ്പോൾ ഇല്ല. പക്ഷേ ഇവൾ ഓരോന്നോരോന്നായിട്ട് മാറ്റി അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അതിലൊരു തോക്കിരിപ്പുണ്ടായിരുന്നു. ദി എക്സാക്ട് സെയിം റിവോൾവർ വിച്ച് ഷീ ഫൗണ്ട് ഇൻ ഹെർ ക്യാബിൻ. ഇവിടെയും ഇവൾ ഈ ഒരു ഫയലിനകത്ത് നോക്കിയത് കൊണ്ട് മാത്രമാണ് ആ തോക്ക് അവിടെ ഉണ്ടായിരുന്നത്. ഇവളത് തുറന്ന് നോക്കിയില്ലായിരുന്നെങ്കിൽ ആ തോക്ക് അവിടെ ഉണ്ടാവാനും ഇല്ലാതിരിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. എനിവേ ഇപ്പോൾ ഇവളുടെ കയ്യിൽ തോക്ക് വന്നിരിക്കുകയാണ്. ഇവൾ മുമ്പിൽ നോക്കുമ്പോൾ അവിടെ മാനിയെ കാണാനുമില്ല. എന്നാൽ അത്രയും ബ്ലാങ്ക് പേപ്പേഴ്സിൻ്റെ ഇടയിൽ ഒരെണ്ണത്തിൽ മാത്രം അവൻ എന്തോ വരച്ചിട്ടുണ്ടായിരുന്നു. ഇവളും പേടിച്ചിട്ട് അതെന്താണെന്ന് എടുത്ത് നോക്കുമ്പോൾ അവൾക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. ഇന്നലെ രാത്രിയിലെ കൊടുങ്കാറ്റിൽ ഇവരുടെ വീട് ഇടിഞ്ഞ് താഴെ വീണത്രേ. അതിനുള്ളിൽ ഇവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ജോഷ് ഉണ്ടായിരുന്നു. പക്ഷേ ആളെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. എക്സാക്ട് സെയിം കൊടുങ്കാറ്റ് വന്ന് വീട് തകർന്ന് ഈ ഇവളുടെ ഹസ്ബൻഡ് മരിക്കുന്ന രീതിയിൽ ഒരു ഫോട്ടോ ആണ് അവൻ വരച്ചു വെച്ചിരിക്കുന്നത്. ഇവർക്ക് സങ്കടവും ദേഷ്യവും ഒന്നും സഹിക്കാൻ പറ്റാതെ കടന്ന് അലറുന്നുണ്ട്. ദൈവത്തിൽ ഒരു തരി പോലും വിശ്വാസം ഇല്ലാതിരുന്ന നമ്മുടെ നായിക ഇപ്പോൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് തന്റെ ഹസ്ബൻഡിനെ എങ്ങനെയും രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു. അവൾ ഹോസ്പിറ്റലിൽ വെളി വന്നിട്ട് ഇമ്മാനുവൽ പ്ലീസ് മാനി എന്നൊക്കെ പറഞ്ഞ് അലറി അവിടെ കുഴഞ്ഞു വീഴുന്നു. അവിടെ കിട്ടിയതിൽ അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് ഇവൾ വേറെ ഏതൊരു റൂമിൽ വെച്ച് കണ്ണു തുറക്കുവാണ്. മോസ്റ്റ് പ്രോബ്ലി ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഇവൾ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കാം. അവിടേക്കും ഇവളുടെ മുമ്പിൽ മാനി വന്ന് സംസാരിക്കുന്നുണ്ട്. നിനക്ക് വേണ്ടതല്ല നീ നേടിയില്ല, എന്തിനാ വീണ്ടും എന്നെ നീ ശല്യം ചെയ്യുന്നത്? പ്ലീസ് എന്നെ ഉപദ്രവിക്കാതെ പൊക്കൂടെ? അങ്ങനെ പറഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഇവൾക്കൊരു കാര്യം സ്ട്രൈക്ക് ചെയ്യുന്നത്. മാനിയും കൊണ്ട് ഒരിക്കലും ഈ സ്ഥലത്ത് ഒറ്റയ്ക്ക് വരാൻ സാധിക്കത്തില്ല. എന്നിട്ടും ഇവനോട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് സത്യമല്ല. ഇത്രയും നേരവും എൻ്റെ കുഴപ്പം എന്താണെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇറ്റ്സ് നോട്ട് അബൌട്ട് മീ, ഇറ്റ്സ് ഓൾ യു. എല്ലാത്തിനും കാരണം നീയാണ് എന്ന് പറയുന്ന മെയിൻ ആയിട്ടുള്ള പരിപാടി ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ നായിക തിരിച്ചറിയുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും സത്യമല്ല. ഇവളും ഇവളുടെ ഹോസ്പിറ്റലും ഇവളുടെ ഹസ്ബൻഡും കൈറനും ഈ നടക്കുന്ന കാര്യം ഒന്നും തന്നെ, ഈ നടന്നതെല്ലാം മാനി എന്ന അല്ലെങ്കിൽ ഇമ്മാനുവൽ എന്ന ഒരു 10 വയസ്സ് പയ്യന്റെ ഉള്ളിൽ നടക്കുന്ന, അവന്റെ മൈൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അവൻ മാത്രമാണ് ഇവിടെ റിയൽ, ബാക്കി എല്ലാം തന്നെ നുണയാണ്. നായിക പൊക്കോണ്ടിരിക്കുമ്പോൾ ഒരു ടണലിൽ അവിടെ ഒരു ആക്സിഡന്റ് കാണില്ലേ, ആ ആക്സിഡന്റിൽ ഒരാൾ മരിക്കുന്നതായിട്ട് കാണുന്നില്ല. അത് ശരിക്കും എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ അച്ഛനായിരുന്നു, മാനിയുടെ ശരിക്കുള്ള അച്ഛനാണ് ആ ഒരു ആക്സിഡന്റിൽ മരിച്ചു പോകുന്നത്. അത് തന്നെയാണ് നമ്മുടെ നായിക വീണ്ടും കാണുന്നത്. അപ്പോൾ ഭർത്താവിന്റെ മരണശേഷം ഭാര്യയും ഭയങ്കര ഡെസ്പായിട്ട് മാറിയിട്ട് അവരും സൂയിസൈഡ് ചെയ്യുന്നു. ഇങ്ങനെ കാറ് തുറന്ന് അതിൻ്റെ
ഫുള്ള് പോയിസണസ് ഗ്യാസ് വെച്ചിട്ട് അങ്ങനെയാണ് അവർ സൂയിസൈഡ് ചെയ്യുന്നത്. എന്തുകൊണ്ട് സൂയിസൈഡ് ചെയ്തു എന്ന് പറയുന്ന കാര്യഗൗരവം ഒന്നും പറയുന്നില്ല. പക്ഷെ അച്ഛൻ മരിച്ച് 6 മാസം കഴിഞ്ഞപ്പോൾ അമ്മയും മരിച്ചു പോകുന്നു. സോ പെട്ടെന്ന് ഇവർ രണ്ടുപേരുടെയും വിയോഗം ഇവനെ ഭയങ്കരധികം മാനസികമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇത് മെല്ലെ മെല്ലെ ഇവനൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് തള്ളുന്നു. ആ സമയത്തൊക്കെ ഇവന്റെ വിചാരം എന്ന് പറയുന്നത് എന്തുകൊണ്ട് തന്റെ ജീവിതം മാത്രം ഇത്രമാത്രം പ്രശ്നങ്ങളും സങ്കടകരമായിട്ട് പൊക്കോണ്ടിരിക്കുന്നു, ബാക്കിയെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടല്ലോ, അവർക്കൊന്നും ഒരു പ്രശ്നമില്ല, തനിക്ക് മാത്രം എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് തോട്ടായിരുന്നു. അങ്ങനെയുള്ള അവന്റെ ആ ഒരു നെഗറ്റീവ് തോട്ട് ഒരിക്കലും റിയൽ ലൈഫിൽ അവന് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെ വന്നപ്പോൾ ഇവൻ കണ്ടുപിടിച്ച ഒരു മാർഗ്ഗമാണ് ഇത്. റിയാലിറ്റിയിൽ നിന്നുള്ള ഒരു സം കൈൻഡ് ഓഫ് പ്രൊട്ടക്റ്റീവ് ലെയർ പോലെ. സോ അവന്റെ മൈൻഡിൽ അവൻ ക്രിയേറ്റ് ചെയ്ത അവന്റെ ലോകത്തിലെ വെറും ചെറിയ കഥാപാത്രങ്ങൾ മാത്രമാണ് നമ്മൾ ഈ കണ്ട നായികയും ആ കയറിനും ആ ഹോസ്പിറ്റലും ആ അവന്റെ ഹസ്ബൻഡും എല്ലാം തന്നെ. തുടക്കം തൊട്ടേ അവൻ പറയുന്നത് ഇത് എൻ്റെ ലോകം, ഇവിടെ ഞാനാണ് ഗോഡ് എന്ന രീതിയിലൊക്കെയാണ്, അല്ലാതെ നമ്മുടെ ലോകം നമ്മുടെ ദൈവം എന്നൊന്നും അവൻ പറഞ്ഞിട്ടേ ഇല്ല. സോ അവൻ ക്രിയേറ്റ് ചെയ്ത അവന്റെ വേൾഡിൽ അവനാണ് ഗോഡ്. അത് തന്നെയാണ് അവൻ ലിറ്ററലായിട്ട് ഉദ്ദേശിച്ചത്. ഇത് മാരിൻ തിരിച്ചറിയുന്ന അതേ സമയം ഇവൻ വീട്ടിലിരുന്നിട്ട് ഇറ്റ് ഈസ് ദ ട്രൂത്ത് എന്ന രീതിയിൽ അവനൊരു ഫോട്ടോ വരയ്ക്കുന്നു. ഇതിലിനി എന്താണ് സൊല്യൂഷൻ എന്ന് ചോദിക്കുമ്പോൾ മാരിൻ പറയുന്നത്, നീ എനിക്കൊരു സെക്കൻഡ് ചാൻസ് എന്ന പോലെ നിനക്കും ഒന്ന് നീ കൊടുത്തു നോക്ക്. നിന്റെ അച്ഛനമ്മയും മരിച്ചുപോയി, അത് നമുക്ക് തടയാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ ഇപ്പം നിന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്ന നിന്റെ ഒരു അമ്മയുണ്ട്. ആ അമ്മയോട് നീ കാര്യങ്ങൾ പറ, ആ അമ്മയോട് നീ സംസാരിക്കാൻ ശ്രമിക്കുക. ഒന്ന് മനസ്സോർന്ന് സംസാരത്തിൽ തീരുന്ന പ്രശ്നം മാത്രമേ നിനക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് മാരിൻ അവിടെ നിന്ന് മറഞ്ഞു പോകുന്നു. അതായത് ഇവന്റെ മൈൻഡിൽ നിന്നും അവൾ മറഞ്ഞു പോവാണ്. ഇവിടെ റിയാലിറ്റിയിൽ മാനിയും വരയ്ക്കുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട് നേരെ അമ്മയുടെ റൂമിൽ ചെന്നിട്ട് അവരെ കെട്ടിപ്പിടിച്ച് അവൻ കരയുന്നുണ്ട്. ആ ഒരു കരച്ചില് അവന്റെ എല്ലാ പ്രശ്നവും തീർന്നു. ഇങ്ങനെ ഈ ഒരു ഷോട്ട് കാണിച്ചിട്ടാണ് ഈ ഒരു പടം അവസാനിക്കുന്നത്. ഭയങ്കര ഗംഭീര സാധനം എന്ന് അവകാശപ്പെടില്ലെങ്കിൽ പോലും ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി. ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ ആ ഒരു ഷ്രോഡിംഗർ കാറ്റ് എക്സ്പെരിമെന്റ് ഒരു സയന്റിഫിക് സൈഡ് അല്ല, മോർ ഓഫ് ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട് ആണ് ഇവർ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. അതൊരു പരിധി വരെ അവർ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പടത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ എന്തായാലും കമന്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു സിനിമയായിട്ട് കാണുന്നവരെ ബൈ ബൈ.